കരുനാഗപ്പള്ളി വരെയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണയും നമുക്കറിയാം 76 തൊട്ട് 84 വരെ ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലങ്ങളാണ്. ഇത്തവണ പലതരത്തിലുള്ള വിവാദ വിഷയങ്ങൾ വരികയും ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ സ്ഥാനാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് വരികയും ഒക്കെ വരുന്ന സാഹചര്യമ്പോഴും കഴിഞ്ഞ 2019 തന്നെയുള്ള പോളിംഗ് ശതമാനത്തിലേക്ക് കടക്കുമെന്നുള്ള സൂചനകൾ നൽകുന്നു ആലപ്പുഴയിൽ ഈ 3.5 മണിക്കൂർ പിന്നിടുമ്പോൾ എന്ന് പറയുന്നു. ഇപ്പോൾ ഡാനി പോളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പത്മജ വേണുഗോപാൽ ഡാനിക്കൊപ്പം ചേരുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതീക്ഷകളാണ് NDAക്കുള്ളത് എന്ന് പറയുന്നു, ആവർത്തിക്കുന്നു പത്മജ ഡാനി. അപർണ, തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ മുരളി മന്ദിരത്തിൽ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന ദൃശ്യങ്ങൾ, പ്രവർത്തകർക്കൊപ്പം ഇറങ്ങുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ അടുത്തുള്ള ഹരിശ്രീ സ്കൂളിലാണ് അവരുടെ വോട്ടുള്ളത്. ഇത് എന്തുകൊണ്ടും പുതുമയാണ്, വ്യത്യസ്തമാണ് ഈ വർഷത്തെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നത് പോലെയല്ല. കാരണം ഇതിൽ കേരളം ആകെ ചർച്ച ചെയ്ത ഒരു മാറ്റം ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നു. ഇന്ന് ഇതുവരെ കണ്ട ചിഹ്നത്തിൽ നിന്ന് മാറി ഇതാദ്യമായി വോട്ട് ചെയ്യാൻ പോകും. എന്താണ് അതിപ്പോ നമ്മൾ ഏത് പ്രസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ ആ പ്രസ്ഥാനത്തിനല്ലേ നമ്മൾ കൂടെ നിൽക്കേണ്ടത്. ബാക്കി എല്ലാ കാര്യങ്ങളും കുടുംബത്തിലുള്ളത്, അത് കുടുംബം വേറെ. പക്ഷേ എൻ്റെ പ്രസ്ഥാനം ഏതിലാണെന്ന് വെച്ചാൽ ആ പ്രസ്ഥാനത്തിനോട് ഞാൻ 100% നീതി പുലർത്തും. ഇവിടേക്ക് വരുമ്പോൾ ഈ വീടിന്റെ മതിലടക്കം സഹോദരന്റെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ ചിത്രങ്ങളൊക്കെ തന്നെയാണ്. ഇതിലേക്ക് വരുമ്പോഴേക്കും തൃശ്ശൂരിൽ വോട്ട് ചെയ്യുന്ന ഒരു പ്രത്യേകത ഇതെല്ലാം തന്നെയുണ്ട്. ഈ ദിവസം ഏതെങ്കിലും രീതിയിലൊരു സങ്കോചം അങ്ങനെയൊക്കെ തോന്നുന്നു? ഇല്ല, കാരണം എൻ്റെ പിതാവ് DIC ആയിരുന്നല്ലോ. ആ സമയത്ത് അദ്ദേഹം എന്നോട് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ, കാരണം ഞാൻ കോൺഗ്രസ്സുകാരിയായിരുന്നു. എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ മനസ്സൊന്ന് ഇളകിപ്പോയേനെ. പക്ഷേ അച്ഛനോട് പറഞ്ഞില്ല. അതാണ് അച്ഛൻ്റെ വ്യക്തിത്വം, മനസ്സിലായി. അതിൻ്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുമില്ല. അച്ഛനറിയാം ഞാൻ ആർക്കാ വോട്ട് ചെയ്തത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നുണ്ട്, ആ പ്രശ്നമില്ല. ഇവിടെ വളരെ ശക്തമായ ഒരു മത്സരം തൃശ്ശൂരിൽ നടക്കുന്നു. LDF സ്ഥാനാർത്ഥി അടക്കം. എന്താണ് ഈ അവസാന ഘട്ടത്തിലെ ഒരു പ്രതീക്ഷകളും കാര്യങ്ങളും എങ്ങനെയാണ്? അല്ല, ഇവിടെ സുരേഷ് ഗോപി 100% ജയിക്കുന്നതന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു നമ്മൾ പറയില്ലേ, ഒരു വ്യത്യാസം ആൾക്കാർ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാര്യം പിന്നെ സുരേഷ് ഗോപിനെ പറ്റി ജനങ്ങളുടെ ഇടയിലുള്ള ഒരു അഭിപ്രായവും മതിപ്പും, പാവങ്ങളോടുള്ളൊരു ദയ, പിന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവ്, ഇതെല്ലാം കൂടിയിട്ടാണ് അവർ കാണുന്നത്. ഒരു മൂത്ത ഏട്ടനായിട്ടോ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. ഇപ്രാവശ്യം ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഇപ്രാവശ്യം എന്നല്ല, കഴിഞ്ഞ 3 കൊല്ലമായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇതിൽ കാണാം. ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നത്, പലരും തന്നെ BJP സംഘടനയിലേക്ക് വരാൻ തയ്യാറായ പലരും ചർച്ച നടത്തിയെന്നടക്കം പറയുന്നൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിൽ നടക്കമുള്ള ചർച്ചകൾ, CPM നടക്കും ചർച്ചകൾ നടന്നുവെന്ന് പറയുന്നത്. എന്താണ് ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, അതിലേക്ക് ഞാൻ കിടക്കണില്ലേ, കാരണം അതിപ്പോൾ ഇലക്ഷൻ നമുക്ക് നേരിട്ട് കാണാം. സെന്ററിലേക്ക് നടക്കുവാണ് അല്ലേ? പറഞ്ഞ പോളിംഗ് ബൂത്തിലേക്ക് അവർ ഇറങ്ങുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ കണ്ട പരിചിതമായ ആ ചിഹ്നത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പത്മജ വേണുഗോപാൽ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നു. അതും സ്വന്തം സഹോദരൻ ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നു. കെ മുരളീധരൻ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. സഹോദരനെതിരെ തന്നെയാണ് അവർ വോട്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അവരത് ഏറ്റു പറയുകയും ചെയ്യുന്നുണ്ട്. താനൊരു പ്രസ്ഥാനത്തിലേക്ക്, ഒരു വിശ്വാസത്തിലേക്ക് അടക്കം മാറിയിരിക്കുന്നു. അതുകൊണ്ട് അവർക്കൊപ്പം തന്നെ നിൽക്കുക, മറ്റൊന്നും തന്നെ അതിൽ തനിക്ക് പ്രതിബന്ധമാകുന്നില്ല. ആ ഒരു ഐഡിയോളജിയിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെന്ന് തന്നെ അവർ വ്യക്തമാക്കുകയും ചെയ്തു. ഒപ്പം മണ്ഡലത്തിൽ NDAക്ക് കാര്യമായ രീതിയിൽ തന്നെ, വലിയ രീതിയിൽ തന്നെ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ കഴിയുമെന്ന ഉത്തമ വിശ്വാസത്തിൽ തന്നെയാണ് പത്മജ വേണുഗോപാൽ ഉള്ളത്. അവർ പ്രവർത്തകർക്കൊപ്പം ഇവിടെ അടുത്തുള്ള പോളിംഗ് ബൂത്തിലേക്കാണ് പോകുന്നത്. ഈ വഴികൾ, ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇത്ര കാലവും അവർ വന്നിരുന്ന ഒരാശയത്തിൽ നിന്ന് തന്നെ മാറി നിന്നുകൊണ്ട് ഇപ്പോൾ പുതിയ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്നു. അതിൻ്റെ വഴികളിലേക്ക് കടന്നിരിക്കുന്നു. അതിൽ അവർ ഒന്നുകൂടി അത് ആവർത്തിച്ച് ഉറപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു. ഇതിൽ ഒരു സങ്കോചവും ഈ തീരുമാനത്തിൽ ഇല്ല എന്ന് അവർ വ്യക്തം